ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് സേമിയയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ പൊടിയായിട്ടുള്ള സേമിയ ആയിരുന്നാലും സാധാ വലിയ സേമിയ ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു വലിപ്പത്തിൽ പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് വേണ്ടത് റവയാണ്. റവ 250 ml കപ്പിൻ്റെ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറുത്ത റവയാണ് വേണ്ടത്. സേമിയ വറുത്തതല്ല എടുത്തിട്ടുള്ളത്, വറുക്കാത്ത സേമിയയാണ് വേണ്ടത്. ഇനി ഇതൊന്ന് കുതിരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി നോക്കിയതിന് ശേഷം പോരാതെ വരുന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഞാനിത് ഇളക്കി കൊടുത്തപ്പോൾ കുറച്ചുകൂടി വെള്ളം ആവശ്യമായിട്ടുണ്ട്. കുതിർന്ന് വരുമ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിലും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ആകെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് 250 ml കപ്പിൻ്റെ അളവിന് 2.25 കപ്പ് വെള്ളമാണ്. ഇനി ഇതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് സമയം വരെ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു കയ്യിൽ കൊണ്ട് കോരി കാണിച്ചു തരാം. ഇതാണ് കറക്റ്റ് പരുവം. ഞാനിപ്പോൾ ഇത് കാണിക്കുമ്പോൾ തന്നെ കറക്റ്റ് പരുവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു ചെറിയ സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. അതേ സ്പൂൺ അളവിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഒരു പലഹാരത്തിൻ്റെ കൂടെ. പൊട്ടുകടല ഇല്ലാന്നുണ്ടെങ്കിൽ തൂരപ്പരിപ്പോ ഉഴുന്നുപരിപ്പോ ഇതിലേതെങ്കിലും ഉണ്ടായിരുന്നാലും ഇട്ട് കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേരുമ്പോൾ നല്ലൊരു മണവും നല്ല ടേസ്റ്റുമാണ് ഈ ഒരു പലഹാരത്തിന്. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു മാവിലേക്ക്. ഇനി ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി തൈര് ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് പുളിയുള്ളതോ പുളിയില്ലാത്തതോ ആയിട്ടുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തു. ഇനി ഇത് ഞാൻ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. സാധാരണ ഇഡ്ഡലി വേവിച്ചെടുക്കുന്ന പോലെ ഇഡ്ഡലി ചെമ്പിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു റിങ് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേവിച്ചെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തട്ടിന് മുകളിലേക്ക് വെള്ളം വരരുത്. കുറച്ച് താഴെ വേണം വെള്ളം നിൽക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഇതിന് മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു മാവൊക്കെ കലങ്ങിപ്പോവും. അതുകൊണ്ട് ഒരു ലോ ഫ്ലെയിമിൻ്റെയും മീഡിയം ഫ്ലെയിമിൻ്റെയും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് എത്ര സമയമാണോ വേവാനായിട്ട് എടുക്കുന്നത് ആ ഒരു സമയം വരെ വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ ഓയിൽ തടവിയ ആ ഒരു തട്ടിലേക്ക് ഓരോ കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 20-25 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. കറികളോട് കൂടിയോ കറികളില്ലാതെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. വെന്തതിന് ശേഷം ഞാനിതുപോലെ ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഇളക്കിയെടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഇളകി കിട്ടും. അടുത്ത ട്രിപ്പ് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴും നമ്മൾ ഈ ഒരു തട്ടിലേക്ക് വീണ്ടും ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും വേവിച്ചെടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ എല്ലാ മാവിലും വേവിച്ചെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കാണാൻ നല്ല ഭംഗിയും നല്ല ഹെൽത്തിയും ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.